ജയേന്ദ്രമാഷ. നോക്കൂ നമ്പ്യാരെ, വളരെ സുദീർഘമായ ഒരു ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതില് ബഹുമാനപ്പെട്ട ഫാദർ ജേക്കബ് സാറും നിയാസും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ചയാവുന്നത്? എന്തുകൊണ്ടാണ് ഇത് കേരളത്തിൽ മാത്രം ചർച്ചയാവുന്നത്? എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഈ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി മാത്രം ഇത് ചർച്ചയാവുന്നത്? സമാനമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നുവോ? ആ കാലഘട്ടത്തിൽ ഈ അച്ഛന്മാരുടെയും ഈ നിയാസുമാരുടെയും നിലപാടുകൾ എന്തൊക്കെയായിരുന്നു? ഒരു കാര്യം ഞാൻ ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛനോട് യോജിക്കുന്നു. സർ, സ്വാഭാവികമായിട്ടും സേവനത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടുത്തെ കന്യാസ്ത്രീകളും അച്ഛന്മാരും എന്നുള്ളത് സത്യമാണ്. അവർ മാത്രമല്ല സർ, ബനാറസിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ചരിത്ര പ്രസിദ്ധമായ വിദ്യാലയം ഉൾക്കൊള്ളുന്നതും മറ്റൊരു സമുദായത്തിന്റെ പേരിലാണ്. നളന്ദയിലെയും തക്ഷശിലയിലെയും ആളുകൾ ചെയ്തുകൊണ്ടിരുന്നതും രാജാക്കന്മാരും ഹൈന്ദവ ആളുകളും ചെയ്തുകൊണ്ടിരുന്നത് അതുതന്നെയാണ്. വനവാസി കല്യാണാശ്രമം ഏതാണ്ട് 1,00,000-ഓളം ഏകലവ്യ വിദ്യാലയങ്ങൾ ഇന്ത്യയിലെ വനവാസി ആശ്രമങ്ങൾക്കിടയിലും വിഭാഗങ്ങൾക്കിടയിലും പ്രകൃതിയോടും കാട്ടുമൃഗങ്ങളോടും മല്ലടിച്ച് നടത്തുന്നത് ഇതേ പ്രവർത്തനമാണ് വിദ്യാഭാരതിയും ആയിരക്കണക്കിന് ആളുകൾ, ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തെ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ നെറ്റ്വർക്കായി അവരും ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ മോശമല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ് കന്യാസ്ത്രീകളും വിവിധ സഭകളും എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല അച്ചോ. പക്ഷേ എല്ലാവരും അങ്ങനെയാണ് എന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടില്ലേ അച്ചോ? ജലന്ധറിന്റെ ബിഷപ്പിനെ കുറിച്ച് അതേ തിരുവസ്ത്രം ധരിച്ച ഒരു കന്യാസ്ത്രീ പറയുന്നു, 13 തവണയാണ് എന്നെ ബലാത്സംഗം ചെയ്തത്. അദ്ദേഹം ചെയ്ത പ്രവർത്തനത്തെയും നമ്മൾ മറ്റുള്ളവർ ചെയ്യുന്ന അക്കൗണ്ടിൽ പെടുത്തണമോ? സിസ്റ്റർ അഭയ കൊല്ലപ്പെടാനിടയായതിനും അവർ പറയുന്നതുമായ കാര്യങ്ങളും വിഭിന്നമാണ്. കേരളത്തിലെ പല അനാഥാലയങ്ങളെയും നടത്തിപ്പിനെ കുറിച്ച് സഭയ്ക്ക് അകത്ത് തന്നെ വന്നവരുമുണ്ട്. ഒരു പക്ഷേ അവർ എണ്ണത്തിൽ കുറവായിരിക്കാം. അത്തരം ആളുകളുടെ എണ്ണത്തിൽ കുറവായവരെ എല്ലാവരെയും ഒരേ രേഖയിൽപ്പെടുത്താൻ പറ്റുമോ? രണ്ടാമത്, തെറ്റാര് ചെയ്താലും ഇന്ത്യ രാജ്യത്ത് അവർ ശിക്ഷിക്കപ്പെട്ടിട്ടില്ലേ? നോക്കൂ, ശങ്കരാചാര്യ സ്ഥാപിച്ച 4 മഠങ്ങളാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ മഠം എന്ന് പറയുന്നത്. 4-ൽ ഒരാളാണ് കാഞ്ചി കോമകോടി ജയേന്ദ്ര സരസ്വതി സ്വാമികൾ. ഞാൻ അച്ഛന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു സർ, 10 വർഷമാണ് ആ പാവം മനുഷ്യനെ ക്രൂരമായി മർദ്ദിച്ച് തമിഴ്നാട്ടിലെ ജയിലറയ്ക്കുള്ളിൽ ഇട്ടത്. 2004-ൽ ഒരാളെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞ് 13 ദിവസം വായിൽ നിന്നും രക്തം വരുന്നത് വരെ മർദ്ദിച്ച കഥകൾ അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത് 2013-ലാണ്. 2004-ൽ പിടിച്ചകത്തിട്ട് 2013-ൽ പുറത്തു വിട്ടപ്പോഴും ഈ രാജ്യത്ത് ആരും പ്രതിഷേധിക്കാനുണ്ടായിരുന്നില്ല. അത്തരത്തിൽ നിരവധിയുണ്ട്. ഇനി അച്ഛൻ പറയുന്നതിനെ ഞാൻ അംഗീകരിക്കുന്നു. അച്ഛൻ പറയുന്നത് എന്താണ്? നോക്കൂ, അവിടെ ജാമ്യം കിട്ടരുത് എന്ന് വിചാരിച്ച് ഭരണകൂടം പ്രവർത്തിച്ചു.